സിനിമാ ലോകത്തെ പുതുപുത്തൻ വാർത്തകളും സെലിബ്രിറ്റീസിന്റെ വിശേഷങ്ങളും ഉടനടി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക മലയാളി ലൈഫ്. ഒപ്പം അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഉടൻ തന്നെ നോട്ടിഫിക്കേഷനും ലഭിക്കും. പ്രേക്ഷകരുടെ ഇഷ്ട ഷോയായി മാറിയ ബഡായ് ബംഗ്ലാവ് രണ്ടാം ഭാഗം എത്തിയതിന്റെ സന്തോഷത്തിലാണ് പ്രേക്ഷകർ. എന്നാൽ രണ്ടാം ഭാഗത്തിൽ ആര്യയും പിഷാരടിയും ഇല്ല എന്നതാണ് ആരാധകരെ നിരാശരാക്കിയത്. ആര്യ മറ്റൊരു പരിപാടിയുമായി തിരക്കിലായതിനാലാണ് ഷോയിൽ ഇല്ലാത്തതെന്നും പിഷാരടി പുതിയ ചിത്രത്തിന്റെ തിരക്കുകളിലാണെന്നുമായിരുന്നു പ്രേക്ഷകർക്ക് ലഭിച്ച വിവരം. എന്നാൽ ഇപ്പോൾ താൻ ബഡായ് ബംഗ്ലാവ് ഷോയിൽ ഇല്ലാത്തതിന്റെ കാരണം ആര്യ വ്യക്തമാക്കിയത് ആരാധകരെ ഞെട്ടിച്ചിരിക്കുകയാണ്. ബഡായ് ബംഗ്ലാവ് രണ്ടാം ഭാഗം എത്തിയതിന്റെ സന്തോഷത്തിലാണ് പ്രേക്ഷകർ. എന്നാൽ ഷോയിൽ ആര്യയും പിഷാരടിയും ഇല്ലാത്തതിൽ കടുത്ത പ്രതിഷേധങ്ങളാണ് ഉയരുന്നത്. ബഡായ് ബംഗ്ലാവ് ക്ലിക്കായതിനു ശേഷമാണ് പിഷാരടി ആര്യ എന്ന കോംബോ ഹിറ്റായത്. 5 വർഷത്തോളം ഷോ സൂപ്പർ ഹിറ്റായിട്ടാണ് മുന്നോട്ട് പോയത്. സംപ്രേഷണം ചെയ്തിടത്തോളം കാലം ഷോ ടോപ്പ് ഓഫ് ദ ചാർട്ട് ആയിരുന്നുവെങ്കിലും ഷോ ഇടയ്ക്ക് വെച്ച് നിർത്തുകയായിരുന്നു. ഇതോടെ താരങ്ങൾ പല വഴിക്ക് പോയി. അതേസമയം നിർത്തലാക്കിയ ഷോ തിരിച്ചു വരുമെന്ന തരത്തിൽ വിവരമൊന്നും തനിക്ക് കിട്ടിയിട്ടില്ലെന്നാണ് ഇപ്പോൾ ആര്യ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്നാൽ മറ്റുള്ളവരെ അറിയിച്ചിരുന്നു എന്ന് വിവരം അറിയില്ലെന്നും താരം പറഞ്ഞു. ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് താരത്തിന്റെ വെളിപ്പെടുത്തൽ. രണ്ടാം ഭാഗത്തിൽ തന്നെ ഉൾപ്പെടുത്താത്തതിന്റെ കാരണം തനിക്ക് അറിയില്ലെന്നും ബഡായ് ബംഗ്ലാവിൽ പങ്കെടുക്കണ്ട എന്നത് തന്റെ വ്യക്തിപരമായ തീരുമാനം അല്ലെന്നും ആര്യ പറയുന്നു. ബഡായ് ബംഗ്ലാവ് തുടങ്ങാൻ പോകുന്നുവെന്ന് തനിക്ക് പ്രൊഡ്യൂസറിന്റെ ഭാഗത്തു നിന്നും ഒരു വിവരവും ലഭിച്ചിട്ടില്ലെന്നും പ്രൊമോ വന്ന ശേഷമാണ് ബഡായ് ബംഗ്ലാവിന്റെ സീസൺ 2 വരികയാണെന്ന് താൻ അറിയുന്നതെന്നും പറയുന്ന ആര്യ നിർഭാഗ്യവശാൽ താൻ അതിന്റെ ഭാഗമല്ലെന്നും കൂട്ടിച്ചേർക്കുന്നു. സീസൺ 2 എങ്ങനെയാണ് എത്തുന്നതെന്ന് കാണാൻ താനും കാത്തിരിക്കുകയാണെന്നും ആര്യ പറയുന്നു. ബഡായ് ബംഗ്ലാവ് ഏഷ്യാനെറ്റിന്റെ സ്വന്തം ഷോയാണ്. അതിൽ ആരൊക്കെ വേണമെന്നും വേണ്ടെന്നുമുള്ള തീരുമാനങ്ങൾ എടുക്കുന്നത് ചാനലാണെന്നും താരം പറഞ്ഞു. ബഡായ് ബംഗ്ലാവ് സീസൺ 2-ൽ പുതിയ ആൾക്കാരെ കൊണ്ടുവരണമെന്നുള്ളത് ചാനലിന്റെ തീരുമാനമാകുമെന്നും താരം പറഞ്ഞു. അതേസമയം ഷോ നന്നായിട്ട് വരുമെന്ന് തന്നെയാണ് തന്റെ വിശ്വാസമെന്നും ആര്യ പറയുന്നു. ബഡായ് ബംഗ്ലാവിൽ വന്നപ്പോൾ ആർക്കും തന്നെ അറിയാമായിരുന്നില്ലെന്നും എന്നാൽ പിന്നീട് ഷോ ഹിറ്റായതോടെ ആളുകൾ തന്നെ തിരിച്ചറിയുകയായിരുന്നുവെന്നും താരം പറയുന്നു. ഒരു ഹിറ്റ് ഷോയായ ബഡായ് ബംഗ്ലാവ് സീസൺ 2 തുടങ്ങുമ്പോൾ ഇനിയും കൂടുതൽ മികവിലേക്ക് വരികയുള്ളൂവെന്നും താരം കൂട്ടിച്ചേർത്തു. ഷോ ഹിറ്റാകുമ്പോൾ അതിലുള്ള ആളുകളെയും പ്രേക്ഷകർ സ്വീകരിച്ചു തുടങ്ങുമെന്നും ആര്യ പറയുന്നു. തന്റെ ഒപ്പമുണ്ടായിരുന്ന മുകേഷ്, പ്രസീത, മനോജ് ഗിന്നസ് തുടങ്ങിയവർ ഇപ്പോൾ രണ്ടാമത്തെ സീസണിലുണ്ടെന്നും താരം വ്യക്തമാക്കി. ഇപ്പോൾ എത്തിയ RJ മിഥുനും RJ ലക്ഷ്മിയും എല്ലാവർക്കും അറിയുന്നവരാണ്. മിഥുനെ അവതാരകനായും നടനെയും എല്ലാവർക്കും അറിയാമെന്നും ധാരാളം ആരാധകരുള്ളതിനാൽ ആ സപ്പോർട്ട് ഇവിടെയും ഉണ്ടാകുമെന്നും താരം പറഞ്ഞു. നല്ല ഷോ ആയിരിക്കുമെന്ന് വിശ്വാസമുണ്ടെന്ന് പറഞ്ഞ ആര്യ ബഡായ് ബംഗ്ലാവിലെ ആര്യയും പിഷാരടിയും പകരം വയ്ക്കാൻ ആർക്കും പറ്റില്ലെന്നും കൂട്ടിച്ചേർത്തു. ആര്യ പിഷാരടി കോംബോയെയും മിഥുൻ ലക്ഷ്മി കോംബോയെയും തമ്മിൽ താരതമ്യം ചെയ്യരുതെന്നും അല്ലാതെ കണ്ടാൽ പരിപാടി ആസ്വദിക്കാൻ സാധിക്കുമെന്നും താരം പറയുന്നു. 5 വർഷം ഷോ സംപ്രേഷണം ചെയ്തതിൽ 2 വർഷത്തോളം പിന്നിട്ട ശേഷമാണ് തങ്ങളുടെ കോംബോ പ്രേക്ഷകർ ഇഷ്ടപ്പെട്ടു തുടങ്ങിയതെന്നും മിഥുനെയും ലക്ഷ്മിയെയും പ്രേക്ഷകർ അതുപോലെ സ്വീകരിക്കുമെന്നും ആര്യ പറയുന്നു. എന്തുകൊണ്ടാണ് ചിലർ ഷോയിൽ ഇല്ലാത്തതെന്ന് തനിക്കറിയില്ലെന്നും താൻ ഇല്ലാത്തത് ചാനലിന്റെ തീരുമാനമാണെന്നും താരം പറഞ്ഞു. തന്റെ ജീവിതത്തിലെ വഴിത്തിരിവാണ് ബഡായ് ബംഗ്ലാവ് എന്ന് ആര്യ പറയുന്നു. തനിക്ക് കുറെ കാര്യങ്ങൾ പഠിക്കാൻ പറ്റിയെന്നും ബഡായ് ബംഗ്ലാവിലേക്ക് ഇനി വിളിച്ചാൽ പോകുമെന്നും ആര്യ പറയുന്നു. പിഷാരടിയും ആര്യയും ഇല്ലെങ്കിലും ബഡായ് ബംഗ്ലാവ് സീസൺ 2 ഉണ്ടാകുമെന്നും ആര്യ വ്യക്തമാക്കി. ഇപ്പോഴും ബഡായ് ബംഗ്ലാവിനെ കുറിച്ച് ആളുകൾ പറയാറുണ്ടെന്നും താരം പറയുന്നു. വെറും ആര്യ ആയിരുന്ന തന്നെ ബഡായ് ആര്യ ആക്കിയത് പ്രേക്ഷകരാണെന്നും ഈ ഷോ ആണെന്നും താരം പറയുന്നു. ഇനി ആര് വന്നാലും പോയാലും ബഡായ് ബംഗ്ലാവിലെ ആര്യ എന്നും താനായിരിക്കുമെന്നും താരം പറയുന്നുണ്ട്. ബഡായ് ബംഗ്ലാവ് എല്ലാവരും കാണണമെന്നും അതിന്റെ പിന്നിൽ ഒരുപാട് പേരുടെ കഠിനാധ്വാനമുണ്ടെന്നും ആര്യ പറയുന്നു. തങ്ങളെ സ്നേഹിച്ചതുപോലെ അവരെയും സ്നേഹിക്കണമെന്നും ആര്യ കൂട്ടിച്ചേർത്തു. അതേസമയം ആര്യ എന്തിനാണ് ഒഴിവാക്കിയതെന്നാണ് ഏഷ്യാനെറ്റിനോടും ബഡായ് ബംഗ്ലാവ് അണിയറ പ്രവർത്തകരോടും ഇപ്പോൾ ആര്യ ആരാധകർ ചോദിക്കുന്നത്. ആര്യയോടും തങ്ങളോടും ചതി ചെയ്തെന്നും ആരാധകർ പറയുന്നു. എന്റർടൈൻമെന്റ് ഡെസ്ക് മലയാളി ലൈഫ്.